ഹലോ നമസ്കാരം. വെൽക്കം ടു IT Soul. ഞാനിപ്പം വന്നിരിക്കുന്നത് ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു പോകാൻ വേണ്ടി. കാരണം കൂടുതലും നമ്മൾ കംപ്ലൈന്റ് വരാറുള്ള കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഫസ്റ്റില് നമുക്ക് വരുന്നത് ബാറ്ററി കംപ്ലൈന്റ് ആണ്. കൂടുതൽ കംപ്ലൈന്റ് നമുക്ക് ഇവിടെ വരാറുള്ളത്. അതിന്റെ കംപ്ലൈന്റ് ഈ പറഞ്ഞ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കുത്തിയിട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുത്തിയിട്ടുണ്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന് ബാറ്ററി കംപ്ലൈന്റ് വരാറുണ്ട്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇപ്പം ഓവറായിട്ട് പവർ പോയിട്ട് അപ്പൊ അത് നമ്മൾ മാക്സിമം അത് ശ്രദ്ധിക്കുക. അതായത് 100% ആയി കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യുക, ചാർജർ റിമൂവ് ചെയ്യുക. അതിനുശേഷം പിന്നെ ചാർജ് കുറയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യുക. ആ രീതിയിൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ലൈഫ് ബാറ്ററിക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലാപ്ടോപ്പിന്റെ ഒക്കെ മിക്ക ലാപ്ടോപ്പിന്റെ അടിവശത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇതുപോലെ റബ്ബർ ബുഷസ് ഉണ്ടാവും, അല്ലെങ്കിൽ 4 ലെഗ് ആയിട്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ വെച്ചേക്കെന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിൽ നമ്മൾ ഈ പ്രതലത്ത് ഏതെങ്കിലും ഒരു ലെവലായിട്ടുള്ള സ്ഥലത്ത് വെച്ചായിരിക്കും നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ടേബിളിന്റെ പുറത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അന്നേരം ആ സമയത്ത് ഇതിന്റെ അടിയിൽ കൂടെ എയർ അകത്തോട്ട് കയറിയിട്ട് സൈഡിൽ കൂടെ പോവുക, മനസ്സിലായില്ലേ? അപ്പൊ ആ ഹീറ്റ് ഫ്ലോ, അതായത് നമ്മുടെ എയർ ഫ്ലോ കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ ഇതിന്റെ ആ ഹീറ്റ് പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പൊ അത് അങ്ങനെ ചെയ്യാത്തത് മൂലം നമ്മൾ ഇതുപോലെ ബെഡിലൊക്കെ വെച്ച് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ കാലയിലൊക്കെ വെച്ച് യൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ സമയത്ത് ഇതിന്റെ അടിവശത്തുള്ള എയർ അടഞ്ഞു പോയിട്ട് ഇത് നമുക്ക് എയർ പോകാതെ വന്നിട്ട് ഓവർ ഹീറ്റ് പ്രശ്നമായിട്ട് ചിപ്സെറ്റിന്റെ കംപ്ലൈന്റ്, അതായത് ഓവർ ഹീറ്റ് ആയിട്ട് ആകത്തെ കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാറും. അതുപോലെ തന്നെ പിന്നെ കംപ്ലൈന്റ് വരുന്നത് ഹിഞ്ചസിന്റെ കംപ്ലൈന്റ് വരാറുണ്ട്. ലാപ്ടോപ്പിന്റെ ഹിഞ്ചസ് കംപ്ലൈന്റ്. ഹിഞ്ചസ് കംപ്ലൈന്റ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്ക ലാപ്ടോപ്പും തുറക്കുക അടക്കം ചെയ്യുന്നതൊക്കെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ശരി നോക്കാൻ പാട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സൈഡിൽ വളരെ കെയർലെസ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാറ്. അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് സെന്ററിൽ പിടിച്ച് ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനും ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഈ രണ്ട് സൈഡിലേക്ക് ഒരേ രീതിയിലുള്ള ബലം, ആ പവർ ഒരു പോയിട്ട് നമുക്ക് അത് കറക്റ്റ് ഈക്വൽ ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഹിഞ്ചസ് കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കീബോർഡിന്റെ ആണ്. കീബോർഡിന് മിക്ക കംപ്ലൈന്റ് കീബോർഡ് വരാറുണ്ട്. അത് സാധാരണയായിട്ട് വരുന്നതാണ്. പക്ഷെ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ കീബോർഡ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹാർഡ് ടച്ചിലൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് കംപ്ലൈന്റ് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ഇതിന്റെ അകത്തുള്ള ആ സർക്യൂട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു ഹാർഡ് ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൗണ്ട് വരണം. നമ്മൾ ഈ ടച്ച് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഓട്ടോമാറ്റിക്കലി വരണം. ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയ വലിയ ബലമല്ല ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രഷർ കൊടുത്തിട്ടുള്ള കീബോർഡ് രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കീബോർഡിന്റെ കംപ്ലൈന്റ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞ ശേഷം 2 വർഷത്തോളം ഉപയോഗിച്ച ഒരു ലാപ്ടോപ്പ് കീബോർഡാണ്. കീ കണ്ടാ അറിയാം, കണ്ടോ? ഇതൊക്കെ എന്ന് വെച്ചാൽ ശരിക്ക് അവരങ്ങനെ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ആ ഒരു കണ്ട ഇത് മേടിച്ചപ്പോൾ ഉള്ള കീബോർഡാണ്, മാറിയിട്ടില്ല. അപ്പൊ അത് ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു മെച്ചം കാരണമാണ് നമുക്കത് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ നമ്മളെ ക്യാമറയൊക്കെ നമ്മളെ കയ്യിലെ ഒരു എണ്ണമയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കെയർ ചെയ്യുക. ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതുപോലല്ല, കുറച്ച് കെയർ കൊടുത്ത് ഉപയോഗിക്കുക ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിന് കുറച്ചും കൂടെ ലൈഫ് കിട്ടും. കാരണം പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ എല്ലാം ഒരു 2-3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തെ മാക്സിമം നിൽക്കുന്നുള്ളൂ. കുറച്ച് ലൈഫ് ചില ആൾക്കാരുടെ കയ്യിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും, പഴയ ലാപ്ടോപ്പൊക്കെ കുറെ വർഷമായിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് ഉപയോഗിക്കുന്നതിന്റെ ഒക്കെയാണ്. ഇപ്പോഴത്തെ നമ്മൾ ഈ ലാപ്ടോപ്പൊക്കെ കുറച്ചുകൂടെ കെയർ ചെയ്ത് ഉപയോഗിച്ചാലേ കുറച്ച് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.